കലോജനക്ഷ്യമാണാനാം ദുഃഖശോകതമോമുദം അനുഗ്രഹായ ഭക്താനാം സുപുണ്യം വ്യതനോദ്ദേശ കലോ ജനിഷ്യമാണാനാം ദുഃഖ ശോകതമോമുദം അനുഗ്രഹായ ഭക്താനാം സുപുണ്യം യതനോദ്ദേശ യസ്മിൻ സൽകർണപീയൂഷേ യശ തീർത്ഥവരേ സകൽ ശ്രോത്രാഞ്ജലിരുപസ്പൃശ്യ ധുനുതേ ഖമ്മവാസകം ഭോജവൃഷ്ണ്യന്ധകമധു ശൂരസേനദശാരഖേ ശ്ലാഘനീയേ ഹിര ശശ്വൽ കുരു സഞ്ജയ അണ്ഡുഭി സിദ്ധ സ്മിരേക്ഷിതോദാരൈഃ വാക്യൈഃ ക്രമനീലയാ നൃലോകം രമയാമാസ മൂർത്യാ സർവാംഗരമ്യയാ യസ്യാനനം മകരകുണ്ഡല ചാരുകർണ ധാജൽ യസ്യാനനം മകരകുണ്ഡല ചാരുകർണ ധാജൽ കപോലസുഭഗം സവിലാസഹാസം യസ്യാനനം മകരകുണ്ഡല ചാരുകർണഭ്രാജൽ കപോലസുഭഗം സവിലാസഹാസം നിത്യോത്സവം ന തതൃപു ദൃശിഭിഃ പിബന്ധ്യോ നാര്യോ നരാശ്ച മുദിതാ കുപിതാ നിമേശ്ച ജാതോ ഗത പിതൃഗൃഹാൽ വ്രജമേധിതാർത്ഥോ ഹത്വാ രിപൂൻ സുതശതാനി കൃതോരുദാര ഉത്പാദ്യതേഷു പുരുഷ ക്രതുഭിഃ സമീജേ ആത്മാനമാത്മനിഗമം പ്രഥയൻ ജനേഷു പൃഥ്വ്യാ സ വൈ ഗുരുഭരം ക്ഷപയൻ ഗുരുണാമന്ദ സമുത്ഥകലിനായുധി ഭൂപചം ദൃഷ്ട്യാ വിധൂയ വിജയേ കൃഷ്ണ ദൃഷ്ട്യാ വിധൂയ ദൃഷ്ട്യാ വിധൂയ വിജയേ ജയമുദ്ഘോഷ്യ പ്രോച്യ ഉദ്ധായ ച പരം സമഗാൽ സ്വധാമ പൃഥ്വ്യാസ്ത വൈ ഗുരുഭരം ക്ഷപയൻ ഗുരുണാമന്ദസമുദ്ധകലിനായുധി ഭോപസംവ ദൃഷ്ട്യാ വിധൂയ വിജയേ ജയമുദ്ഘോഷ്യ പ്രോച്യോദ്ധായ ച പരം സമഗാൽ സ്വധാമ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ മാനവഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ ശ്രീ സൂര്യസോമവംശാനുകീർത്തനേ യദോക്ഷാനുകീർത്തനം നാമ ചതുർവിംശോऽധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം
ഗോവിന്ദ ഗോവിന്ദ. ഒരു മഹോത്സവമായിരുന്നു എന്നാണ് പറയുന്നത് അവിടെ. എന്തൊരു മഹോത്സവം! അവിടെ എല്ലായിടത്തും മഹോത്സവം. ആരുടെ മുഖത്തേക്ക് നോക്കിയാലും സന്തോഷം മാത്രം. എവിടെ നോക്കിയാലും സന്തോഷം, എവിടെ നോക്കിയാലും വർണ്ണാഭമായിരിക്കുന്ന ഒരുക്കങ്ങൾ. എല്ലാ വീടുകളും ഗംഭീരമായിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു. അവിടെയുള്ള മുഴുവൻ ആൾക്കാരും ഏറ്റവും നല്ല വേഷവിധാനങ്ങളൊക്കെ ചെയ്ത് അവരുടെ വലിയ ഒരാഘോഷത്തിലാണ്. എവിടെയാണെന്നല്ലേ? അത് മറ്റെവിടെയല്ല, അയോധ്യ എന്ന് പറയുന്ന ഗംഭീരമായിരിക്കുന്ന ഒരു രാജ്യം. ദശരഥ മഹാരാജാവാണ് അവിടുത്തെ ചക്രവർത്തി. അദ്ദേഹത്തിന് കൗസല്യ, കൈകേയി, സുമിത്ര ഇങ്ങനെ 3 പട്ടമഹിഷികള്. അപ്പൊ അവരുടെ കൂടെ അങ്ങനെ സുഖമായിട്ട് താമസിക്കണു. പക്ഷെ എന്താ ഒരു വിഷമം? ആ അയോധ്യയില് എല്ലാം ഉണ്ട്. അദ്ദേഹത്തിന് ഭാര്യമാർ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് കുട്ടികളില്ല എന്നുള്ളൊരു ദുഃഖം. അങ്ങനെ ആ ദശരഥ മഹാരാജാവിന് അങ്ങനെ വല്ലാതെ ദുഃഖമായിട്ടിരിക്കുമ്പോഴാണ് ദേവന്മാരെല്ലാവരും കൂടി ഇരുന്നിങ്ങനെ ആലോചിക്കുകയാണ്. എന്താ കാരണം? അവിടെ മറ്റൊരാൾ താമസിക്കേണ്ട ലങ്കയില്. ആള് ചില്ലറക്കാരനല്ല. തല 1, 2, 3, 4 ഒന്നും അല്ലാത്ത 9 കൂടുതൽ തലകളുള്ള ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. പേരെന്തോ രാവണനോ അങ്ങനെ എന്തോ ആണ്. അദ്ദേഹം എന്താ ചെയ്തതെന്നല്ലേ? അദ്ദേഹം ഘോരമായ തപസ് ചെയ്തു. ബ്രഹ്മാവിനെ തപസ് ചെയ്യാണ് ഈ ലങ്കാനാഥൻ. അങ്ങനെ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ബ്രഹ്മാവ് ആ രാവണന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് ആ രാവണൻ ഒരുപാട് വരങ്ങളൊക്കെ വാങ്ങി. താൻ മരിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യരൂപത്തിലുള്ള ഒരാളുടെ കൈകൊണ്ടേ നൽകാവൂ വരം വാങ്ങി. അതെന്തായി? ഭൂമിദേവിക്ക് വലിയ ഭാരമായിട്ട്. അങ്ങനെയാണ് ഈ രാവണനെ കൊണ്ടും കുംഭകർണനെ കൊണ്ടും അതുപോലെ എത്രയോ രാക്ഷസന്മാരെ കൊണ്ടും ഈ ഭൂമിക്ക് എത്രയോ വലിയ ഭാരമുണ്ടായി. അപ്പൊ ഭൂമിദേവി എന്ത് ചെയ്തു? ഭൂമിക്ക് ഭാരം താങ്ങാൻ പറ്റില്ല എന്നാണ്. അതാണ് ശംഖ് നിലത്ത് വെക്കരുത് എന്ന് പറയും. ശംഖ് എന്ത് ചെയ്യാൻ പാടില്ല? ശംഖ് ഒരു കാരണവശാലും അത് നിലത്ത് വെക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ആ ശംഖിന്റെ ഭാരം ഭൂമിദേവിക്ക് താങ്ങാൻ പറ്റില്ല. ശിവലിംഗം ഒരു കാരണവശാലും നിലത്ത് വെക്കാൻ പാടില്ല. കാരണം ആ ശിവലിംഗത്തിന്റെ ഭാരം താങ്ങാൻ മാത്രം കഴിയില്ല, ഈ ഭൂമിദേവിക്ക് കഴിയില്ല. അങ്ങനെ ഭൂമിദേവി പറയുന്നുണ്ട്, എനിക്ക് പലതിൻ്റെയും ഭാരം താങ്ങാൻ പറ്റില്ല. എന്നാൽ അതിനേക്കാളൊക്കെ കഷ്ടമാണ് രാവണാദികളെ കൊണ്ടുള്ള ഭാരം സഹിക്കാൻ പറ്റണില്ല. നെപ്പത്തൂര് തന്നെ നാരായണീയത്തിൽ രാമായണ കഥ മുഴുവനും മനോഹരമായിട്ട് ഒരു 20 ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നുണ്ട്. ഇപ്പൊ രാമായണം നമുക്ക് വായിക്കാനൊന്നും സമയമില്ല. എല്ലാവരും തിരക്കുകാരാണ്. നേരത്തെ പറഞ്ഞില്ലേ, കലോജനിഷ്യമാണാനാം ദുഃഖശോക. കലിയുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ദുഃഖം, ശോകം, തമസ് ഇങ്ങനെ 3 സാധനങ്ങളുടെ ബാധ എപ്പോഴും ഉണ്ടാവും. കലിയുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് ദുഃഖമുണ്ടാവും, ശോകമുണ്ടാവും, തമസ്സുണ്ടാവും. അപ്പൊ ഇതൊക്കെ തീരണം എന്ന് വിചാരിച്ചിട്ടാണ് പറയും. ഏതോ ഒരു കാലത്ത് ത്രേതായുഗത്തിൽ ഭഗവാൻ സാക്ഷാൽ ശ്രീരാമചന്ദ്രനായി, കൗസല്യാനന്ദനായി, ദാശരഥിയായി അവതരിച്ചത് ശരിക്കു പറഞ്ഞാൽ രാവണനെ കൊല്ലാനല്ല, അല്ലെങ്കിൽ രാക്ഷസന്മാരെ കൊല്ലാനല്ല, അല്ലെങ്കിൽ സമുദ്രത്തിന്റെ മധ്യത്തിൽ വലിയൊരു പാലം കെട്ടാനല്ല. ഇതിനൊന്നുമല്ല ഭഗവാൻ രാമനായിട്ട് അവതരിച്ചത്. പിന്നെയോ കലോജനിഷ്യമാണ ദുഃഖശോകതമോനുദം. ത്രേതായുഗം കഴിഞ്ഞ ദ്വാപരയുഗം കഴിഞ്ഞ പിന്നീട് വരുന്ന കാലമാണ്. ത്രേതായുഗത്തിലാണ് ഭഗവാൻ ശ്രീരാമനായിട്ട് അവതരിച്ചത്. ത്രേതായുഗം മുഴുവൻ കഴിഞ്ഞാൽ പിന്നെ ദ്വാപരയുഗം. ദ്വാപരയുഗം മുഴുവൻ കഴിഞ്ഞിട്ടാണ് കലിയുഗം. ആ കലിയുഗത്തിൽ ജനിഷ്യമാന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ കലിയുഗത്തിൽ ജനിക്കാൻ പോകുന്ന എത്രയോ മനുഷ്യരുടെ ദുഃഖവും ശോകവും തമസ്സും മുഴുവൻ തീർത്ത് അവരെ മുഴുവനും അനുഗ്രഹിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഭഗവാൻ കൗസല്യാനന്ദനായി ഇവിടെ വന്ന് അവതരിച്ചത്. അയോധ്യയിൽ വന്ന് അവതരിച്ചു. അയോധ്യയിൽ ആ ദശരഥന് ഉണ്ണി ഒരാളൊന്നുമല്ല, വേദങ്ങൾ തന്നെയാണോ എന്ന് തന്നെ തോന്നുന്ന ഒരു രസികൻ പറഞ്ഞു. അതായത് ദശരഥന്റെ കൊട്ടാരത്തില്
ഈ കൗസല്യ, കൈകേയി, സുമിത്ര അല്ലെ. അപ്പൊ അവർക്ക് 4 കുട്ടികൾ, 3 അമ്മമാര്. കുട്ടികളുടെ എണ്ണം 3 അല്ല, പിന്നെയോ അമ്മമാരുടെ എണ്ണം കൗസല്യ, കൈകേയി, സുമിത്ര. 3 അല്ലേ? ഒന്നുകൂടി എണ്ണി നോക്കൂ. കൗസല്യ, കൈകേയി, സുമിത്ര. അതെ, 3 ഭാര്യ. പക്ഷെ 3 പേർക്ക് ഉണ്ടായ കുട്ടികളുടെ എണ്ണം 3 അല്ല, പിന്നെയോ 4. അത് കാണാൻ വേണ്ടി മിടുക്കനായ ഒരാള് എവിടെ വന്നു? അയോധ്യയിൽ വന്നു. അപ്പൊ അവിടെ അങ്ങനെ പോകാനൊന്നും പറ്റില്ല, എല്ലാവർക്കും അയോധ്യക്ക് പോകാനൊന്നും പറ്റില്ല. അപ്പൊ അവിടെ പുറമൊക്കെ കാവൽക്കാരുണ്ട്. കാവൽക്കാർ ചോദിച്ചു, ആരാ, എവിടുന്ന, എന്താ, എല്ലാ കാര്യങ്ങളും പറഞ്ഞാലേ എന്ത് ചെയ്യുള്ളൂ, അത് കേട്ടുള്ളൂ. അപ്പൊ അവരോടൊക്കെ ഇതൊക്കെ പറഞ്ഞു. അവരുമെല്ലാം അകത്തേക്ക് വെച്ചപ്പോ അവിടെ ആ ഗോപുരത്തിലുണ്ട് വേറെ ചില കാവൽക്കാര്. അപ്പൊ അവര് ചോദിച്ചു, എവിടുന്ന, എന്താ, ആരാ? അപ്പൊ പറഞ്ഞു, ഇതൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞാൽ പോരാ, ഇവിടെയും പറയണം. പിന്നെ വന്നയാള് എന്ത് ചെയ്തു? അവിടെയും പറഞ്ഞു. എന്നാ ശരി, അകത്തേക്ക് കയറിപ്പോ. ഈശ്വര, സമാധാനായി. പിന്നെ അദ്ദേഹം അകത്തേക്ക് പോയപ്പോ അവിടെ ഇനിയുണ്ട് ആൾക്കാർ. എന്താ നിങ്ങളെ, എവിടുന്ന? അവിടുന്ന് ചോദിച്ചു ചോദ്യം ഒക്കെ ഇവിടുന്ന്. ഈശ്വര, ഉണ്ണിയെ കാണാൻ വരിക. ദശരഥന്റെ ഉണ്ണികളെ കാണാൻ വേണ്ടി ഇങ്ങനെ സകല ഗോപുരദ്വാരങ്ങളും കടന്ന് എല്ലാ ഗോപുരദ്വാരത്തിലുള്ള കാവൽക്കാരുടെയും ഒരേപോലുള്ള ചോദ്യങ്ങൾക്ക് ഒരേ മറുപടി പറഞ്ഞ് അവസാനം ഈ മഹാത്മാവ് എവിടെ എത്തി? മതത്തി. അവിടെ ഉണ്ടാവും എന്തൊരു ഭംഗി! കാണാൻ ഭരതനെ കാണാൻ. ആദ്യം കണ്ടത് ഭരതനെയാത്ര. എന്താണ് ആ ഉണ്ണിയുടെ ഒരു ലീലാവിലാസം ചോദിച്ചാൽ അറിയില്ല. ശ്രീരാമനാന്നാ വിചാരിച്ചത്. അപ്പൊ ആരോ പറഞ്ഞു, ഭരതനാ. ഈ ഭരതനെ തന്നെ ഈ ഉണ്ണിയെ കാണാൻ എന്താ ഭംഗി. നരേശ അപ്പുറത്തേക്ക് പോകും. അവിടെ നോക്കിയപ്പോ അവിടെ ഉണ്ട് ഒരു ഉണ്ണിയതാര, ശത്രുഘ്നനാ. ശ്രീരാമനാന്നാ വിചാരിച്ചത്. അപ്പൊ കൂടെ ഉള്ളത് ശത്രുഘ്നനാ. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറത്തൊരു മുറിയിൽ അവിടെ ഉണ്ട് ഒരാള്. എന്താ പേര്? ലക്ഷ്മണൻ. ഭംഗിയൊന്നും പറഞ്ഞാൽ പോരെ, എന്താണ് ആ ഉണ്ണിയുടെ ഭംഗി എന്നറിയോ? അതുപോലെ ശ്രീരാമനെ അവിടെ. പിന്നീടാണത്രേ ഈ വന്നയാള് നേരെ വിളകിൽ വിളിച്ചെന്നു കൗസല്യയുടെ മുറിയിട്ട്. അവിടേക്ക് അങ്ങോട്ട് കയറണ സമയത്ത് തന്നെ എന്റെ ഗുരുവായൂരപ്പ മൂക്കിലേക്ക് ചമ്പകപ്പൂവിന്റെ സുഗന്ധമല്ല, മുല്ലപ്പൂവിന്റെ സുഗന്ധമല്ല, ഏത് പൂവിന്റെ സുഗന്ധം എന്നോട് ചോദിക്കരുത്. അവിടെ എന്തോ ഒരു പരിമളം. ആ പരിമളത്തിന്റെ പേരെന്താ ഇഷ്ടമുണ്ടോ? അതാണ് സച്ചിദാനന്ദ സുഗന്ധം. എന്താണ്? അനുഭവിച്ചിട്ടില്ലല്ലോ. കൃഷ്ണാവതാരം ഇവിടെ അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മുഴുവൻ മൂക്കിലേക്ക് ഇവിടുത്തെ സച്ചിദാനന്ദ സുഗന്ധങ്ങളെ വരുന്നത് കണ്ടോളൂ. കുറച്ച് കഴിഞ്ഞാൽ കാണാം. സാക്ഷാൽ ശ്രീരാമനുണ്ണിയെ കാണാൻ വേണ്ടി ഈ മഹാത്മാവ് ആ കൗസല്യ ഇരിക്കുന്ന ആ അന്തഃപുരത്തിൽ ഇങ്ങോട്ട് കയറിയപ്പോഴേ മൂക്ക് വിളിച്ചു പറഞ്ഞു, ഇവിടെ ഭഗവാനുണ്ട്. ഇതാണ് ആദ്യം മൂക്കാത്രേ പറയാ. ഭഗവാനെ കാണാതായാൽ ആദ്യം പറയാ, എന്തൊരു സുഗന്ധം! ആ മുറിയിൽ മുഴുവനും ആരുടെ സുഗന്ധമായിരുന്നു? ഭഗവാന്റെ സുഗന്ധം വാസ്തവത്തിൽ എന്താ? കീർത്തിയാണല്ലേ. എത്രയെത്രയോ കാലം കഴിഞ്ഞു, രാമകാലം കഴിഞ്ഞിട്ട് ഇന്നും ആ ഭഗവാന്റെ കീർത്തിയുടെ സുഗന്ധം ലോകം മുഴുവൻ അറിഞ്ഞിരിക്കുകയല്ലേ. എന്താ സുഗന്ധം എന്നറിയോ? എന്നിട്ട് ആ മഹാത്മാവ് നേരെ അങ്ങനെ കയറി. എന്താ ആ കൗസല്യയുടെ ഉണ്ണിയായിട്ട് വന്ന് അവതരിച്ചിരിക്കുന്ന രാമനുണ്ണിയെ കാണാനുള്ളൊരു ചെയ്ത് അദ്ദേഹം നിലത്ത് അവിടെ ഇന്നോത്ര നിലത്ത് കേട്ടോളൂ. നിലത്ത് ഉണ്ടായിട്ട് ലേശായിട്ടേ ഉള്ളൂ, അധികമൊന്നും ആയിട്ടില്ല, 3-4 ദിവസമായിട്ടേ ഉള്ളൂ. എന്നിട്ട് ആ മഹാത്മാവ് ആ നിലത്താണ്ടിരുന്നിട്ടേ ആ ഉണ്ണിയുടെ ചെറിയ പാദത്തിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട്, ശ്രീരാമനുണ്ണിയുടെ ചെറിയ ഉണ്ണിയാ, 3-4 ദിവസമായിട്ടേ ഉള്ളൂ കൗസല്യ. ആ ഉണ്ണിയുടെ പാദത്തിലേക്ക് നോക്കിയപ്പോ വജ്രാങ്കുശോരുഹലാഞ്ജനാഢ്യം. അവിടെ വജ്രത്തിന്റെ രേഖ കണ്ടു. എവിടെ? ആ ചെറിയ ഉണ്ണിയുടെ ആ കുഞ്ഞു പാദത്തിൽ എന്താ കണ്ടത്? ഈ വന്നയാള് വജ്രത്തിന്റെ രേഖ, അങ്കുശത്തിന്റെ രേഖ, ഭുജത്തിന്റെ രേഖ, ധാരാളം രേഖകൾ കണ്ടു. രേഖകൾ കണ്ടപ്പോ അദ്ദേഹം അവിടുന്ന് എഴുന്നേറ്റു. ഈ മഹാത്മാവ്
അദ്ദേഹം ഭരതനാട്യം പഠിച്ചിട്ടില്ല, മോഹിനിയാട്ടം പഠിച്ചിട്ടില്ല, നൃത്തം പഠിച്ചിട്ടില്ല. ഇത് ഭഗവാൻ തന്നെയാണ് അങ്ങോട്ട് മനസ്സിലായപ്പോഴേ അവിടുന്ന് നൃത്തം വെക്കാൻ തുടങ്ങി. അപ്പൊ കൗസല്യ നോക്കി, എന്താപ്പോ ഈ ആരാന്ന് പറയും, ഒരാളുണ്ട് ഇവിടെ വന്നിട്ട് ആ ഉണ്ണിയാകട്ടെ സന്തോഷ നൃത്തം വെക്കുന്നുണ്ട്. ദശരഥൻ വന്ന് നോക്കി, എന്താ അവിടെ നോക്കിയ സമയം ദശരഥൻ നോക്കിയപ്പോ എന്താ കാണുന്നത്? ആ ശ്രീരാമനുണ്ണിയുടെ പാദത്തിന്റെ കൗതുകം കണ്ട് രസം കണ്ട് ഈ മഹാത്മാവ് ആനന്ദ നൃത്തം വെക്കുന്ന കാഴ്ചയാണ് ആര് കണ്ടത്? ദശരഥ മഹാരാജാവ് കണ്ടത്. അതാ കൊട്ടാരത്തിൽ കൗസല്യയുടെ അന്തഃപുരത്തിൽ നടക്കുന്ന ഒരു ചെറിയൊരു ചിത്രമാണെങ്കിൽ പുറത്തെന്താ കഥ എന്നറിയോ? അന്ന് ഭഗവാനായിട്ട് ഇങ്ങനെ 4 പേര് ഞാൻ പറഞ്ഞില്ലേ, വേദം ഈ മഹാത്മാവാണ് പിന്നീട് പറഞ്ഞത് ഇത് 4 ഈശ്വരന്മാരല്ല, പിന്നെയോ ഇത് വേദമൂർത്തികളാണ്. അറിവ് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന എല്ലാ വേദങ്ങളിലുമുള്ള മുഴുവൻ അറിവുകളും ഈ ലോകം മുഴുവൻ തന്റെ ലീലകളെ കൊണ്ട് വാരി വിതറാൻ വന്ന വേദമൂർത്തിയാണ് എന്ന മഹാത്മാവ് ലോകത്തിനോടൊക്കെ വിളിച്ചു പറഞ്ഞ് അദ്ദേഹം ആനന്ദ നൃത്തം ചെയ്ത് പുറത്തേക്കിങ്ങനെ തുള്ളിയപ്പോഴേ അദ്ദേഹം കാണുക അയോധ്യ മുഴുവനും എത്രയാ അലങ്കാരങ്ങള്, എല്ലാവരും നൃത്തം ചെയ്യുന്നു, രസിക്കുന്നു. രാമേതി ലോകരമണ, ലോകത്തെ മുഴുവനും തന്റെ അവതാരം കൊണ്ട് രമിപ്പിച്ച ഈശ്വരനായിരുന്നു ആര്? സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ. പിന്നെ ആ ഉണ്ണി മെല്ലെ 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 ഇങ്ങനെ വലുതാവുകയാണേ നോക്കണേ. ഒരേ സമയത്താണ് വലുതാണാവുന്നത്. രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ 4 ഉണ്ണികൾ അങ്ങനെ വലുതായി പോയി. കുറച്ചുകൂടെ വലുതായപ്പോ ഒരു ദിവസമുണ്ട് ഒരു മഹർഷി വരുന്നു, വിശ്വാമിത്രൻ എന്നാ പേര്. ആ വിശ്വാമിത്രനെ കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി, ദശരഥന് വലിയ സന്തോഷമായി. അപ്പൊ വിശ്വാമിത്രൻ എന്താ പറഞ്ഞതെന്നറിയോ? ഈ ലക്ഷ്മണനെയും ഈ ശ്രീരാമനെയും എന്റെ കൂടെ പറഞ്ഞേക്കണം. എങ്ങോട്ട്? അല്ല, ഞാൻ അവിടെ ഒരു യാഗരക്ഷ ചെയ്യുന്നുണ്ട്. മന്ത്രം ജപിക്കുക. ആര്? വിശ്വാമിത്രൻ സ്വയമേ മന്ത്രം ജപിക്കുക. ഏത് മന്ത്രം ജപിക്കുക? ഗായത്രി മന്ത്രം. വിശ്വാമിത്രനാണല്ലോ ഈ ഗായത്രി മന്ത്രം വേദങ്ങളിൽ നിന്ന് കണ്ടുപിടിച്ച ആളാരാ? വിശ്വാമിത്രന. അപ്പൊ അദ്ദേഹം എന്നും എന്ത് ചെയ്യും? ഗായത്രി മന്ത്രം ജപിക്കും. ഇപ്പൊ അയോധ്യയിൽ വന്നപ്പോ എന്താ കേൾക്കണത്? ദശരഥന്റെ മന്ത്രം ജപിക്കണം. പറ്റില്ല 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 പറ്റില്ല. എന്ത് പറ്റില്ല? ഈ ഉണ്ണികളെ എന്തൊരു ഭംഗിയാ കാണാൻ. നിങ്ങളാരും പറഞ്ഞു ഇത്ര ഭംഗിയുള്ള 2 മിടുമിടുക്കന്മാരായ ഉണ്ണികളെ നാട്ടിലേക്ക് പറഞ്ഞയക്കോ? അപ്പൊ വേറെ മഹർഷി വന്നിട്ട് പറഞ്ഞു, അതെ പറഞ്ഞയച്ചോളൂ, അതുകൊണ്ട് ഒരുപാട് ഗുണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ അവസാനം മനസ്സോടെ ദശരഥൻ ഈ ശ്രീരാമനെയും ലക്ഷ്മണനെയും വിശ്വാമിത്രന്റെ കൂടെ പറഞ്ഞയച്ചു. അങ്ങനെ 3 കൂടി നടന്നു പോവുക. 3 കൂടി പോയാൽ ഓടിപ്പോരണോ? ചോദ്യം മലയാളികളോടാണ്. മലയാളികൾ സ്വതവേ പറയും 3 കൂടി പോകാൻ പാടില്ല, 3 കൂടി പോയാൽ മൂടിയിട്ടേ പോരുള്ളൂ, പക്ഷെ കാര്യം സാധിക്കേണ്ടേ വരുള്ളൂ. ഇവിടെ 3 കൂടിയാ പോണത്. എന്തിനാ പോണത്? നാടകയുടെ കഥ കഴിക്കണം, ഒരാ ഏമായിട്ട് അവർ ഇട്ടുപൊട്ടിക്കണം, ചില്ലറയല്ല, ഇതൊക്കെ ചെയ്യാറുണ്ടല്ലേ. അവിടെ വലിയൊരു പാറ കിടക്കുന്നുണ്ട്. ആ പാറയ്ക്ക് മോക്ഷം കൊടുത്തിട്ട് അഹല്യയ്ക്ക് മാറ്റണ്ടേ? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, യാഗരക്ഷ ചെയ്യാനുണ്ട്. അങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൊണ്ട് ഈ 3 പേരും കൂടിയ നടന്നുകര പോണത്. മൂടിപ്പോന്നോ? അപ്പൊ 3 കൂടി പോയാൽ മൂടിപ്പോരണ്ടല്ലോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് 3 കൂടി പോയാൽ മൂടിപ്പോരെന്ന് വെറുതെ പറയണാല് മലയാളികള്. മനസ്സിലായോ? അപ്പൊ ഒരു വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശരിക്കും എന്നെ കല്യാണം കഴിക്കാൻ പോവുക. ഞാന് ശ്രീരാമചന്ദ്രൻ സീതയെ കല്യാണം കഴിക്കാനാ പോണത്. ആകപ്പാട് എത്ര ആളുണ്ട്? വിശ്വാമിത്രൻ, ശ്രീരാമൻ, ലക്ഷ്മണൻ. എത്ര ആളായി? 3 ഉള്ളൂ. ലക്ഷ്മണൻ നടന്നങ്ങോട്ട് ചെന്നപ്പോ ലക്ഷ്മണൻ വയറിന്റെ മുകളിൽ ഇങ്ങനെ അയ്യുവെക്കുക, വയറിങ്ങനെ ഒഴിയുക. ഇപ്പൊ വിശ്വാമിത്രൻ നോക്കി, ലക്ഷ്മണൻ വിഷ്ണാൽ ആർക്ക് വിഷ്ണു? ശ്രീരാമന്റെ വയറിന്റെ മുകളിൽ ഇങ്ങനെ ഒഴിയുന്നു. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥമാണോ കടലാസിൽ എഴുതിക്കൊണ്ടോ? എന്തോ ഒരു സാധനം നോക്കണേ. ചിലപ്പോൾ അതിന്റെ അർത്ഥം ഈ കടലാസിൽ എഴുതിക്കൊണ്ടോ?
അതിന്റെ അർത്ഥം അല്ല എഴുതിക്കൊണ്ടോത്. ഇനി എന്തോ ഈ ഇവിടെ നോക്കണേ, ഈ കഥ ഇല്ലാണ്ട് ഓരോരുത്തർ ഓരോന്ന് കാണിക്കണതല്ലേ. ഞാനിവിടെ അങ്ങനെ രാമായണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കണ്ടില്ല ഇത് അവിടെ പോയി എന്തോ പറയാൻ ചില ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് എഴുതി കൊണ്ടുവരിക. എന്താക്കോളൊക്കെ പറയാൻ പോയി പോയി ഇങ്ങനെ ചാക്യാന്മാരെ കഥ ചാക്യാര് കഥ എങ്ങനെയപ്പോ കാണിച്ചില്ല. ഇങ്ങനെയാണ് ഈ ചാക്യാന്മാർ എന്ത് ചെയ്യുക, രാമായണം കഥ പറയുക. അതെന്താ ഉണ്ടായത്, എന്തപ്പ ഉണ്ടായത്, ഇതന്നെയപ്പ ഉണ്ടായത്. ഇത്രയൊക്കെ നേരം രാമായണം പറഞ്ഞിട്ട് എന്താ ഉണ്ടായത്, ഇത്രയൊക്കെ നേരം രാമായണ കഥ പറഞ്ഞിട്ട് എന്താ ഉണ്ടായത്, എന്ത് കടലാസിന്റെ സംഗതി മനസ്സിലായില്ലേ. അപ്പൊ എന്തായാലും ഭഗവാൻ എന്ത് ചെയ്തു, മൂന്നാളും കൂടി അങ്ങോട്ട് പോയി. അങ്ങനെ പോണ സമയത്താണ് കല്യാം കുറുവന്നഹല്യ, അവിടെ നല്ലൊരു കല്ല് കെട്ടു. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു, ഭഗവാൻ മെല്ലെ 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 തന്റെ ആ പാലിന്റെ മോളങ്ങൾ വെച്ചപ്പോ കല്യാം കുറുവന്നഹല്യാം പതി പദരജസ, ശ്രീരാമചന്ദ്രന്റെ പാദത്തിൽ നിന്ന് ചെറിയൊരു പൊടി ആ കല്ലിന്റെ മുകളിൽ വീണു. അത്രേ ഉണ്ടായുള്ളൂ, ചവിട്ടിയിട്ടൊന്നുമില്ല. അങ്ങനെ ചെറിയൊരു പൊടി ആ കല്ലിന്റെ മുകളിൽ വീണപ്പോ ഇതുണ്ടായത്, പെട്ടെന്നുണ്ടാ കല്ല് നിന്ന സ്ഥലത്ത് സുന്ദരിയായൊരു സ്ത്രീ ശ്രീരാമൻ നാലടിക്ക് വിലയ്ക്ക് നിന്നു. അല്ല ഇവിടെ എന്താ പക്ഷെ കല്ലിന്റെ മുകളിൽ ഇങ്ങനെ പാദം വെക്കുമ്പോ സ്ത്രീ ഇവിടെ എത്ര കല്ലുണ്ട്, കല്ല് കുറേണ്ട്. മാത്രമല്ല ഏകപത്നീയ വ്രതകരന, ഈ അവതാരത്തിൽ ഭഗവാൻ വ്രതം എടുത്തിട്ടുണ്ടെന്താ, ഓരൊറ്റ സ്ത്രീയെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ. ഇത് കാലങ്ങൾ വെച്ചപ്പോ കല്ലിന്റെ ഉള്ളിൽ നിന്നുള്ളൊരു സ്ത്രീ വീട്ടിൽ തന്നെ വരുന്നു, തൊഴുത് നടന്നിട്ടുണ്ട്. അഹല്യ നാല് പേര് ഭഗവാനെ സ്തുതിച്ചു. അപ്പൊ അവളെ കഥയൊക്കെ പറഞ്ഞു, ഭഗവാൻ തന്നെ അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഇതെല്ലാം ലീലകളാണ് നടത്തുന്നതല്ലേ. ആ പോണ വഴിക്കായിരുന്നു കാടക എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. കാടക കേട്ടിട്ടില്ല, കണ്ടാലോ പറഞ്ഞു കാടത കാടത എന്ന് പറഞ്ഞപ്പോ മറിഞ്ഞു പോയതാണ്. കാടത കഴിക്കൂ, കാടത കഴിക്കൂ, കാടത നിങ്ങൾ കഴിക്കൂ, ശരിയല്ലേ. ഓരോ രസികന്മാർ എത്രയാണെന്നറിയോ, പല രസികൻ. കാടത കഴിക്കൂ, കാടത കാടത, അത് തിരിച്ചു വായിച്ചാൽ എന്തേ, കാടക കാടക. കഥയൊക്കെ ആര് പറഞ്ഞു കൊടുത്തു, വിശ്വാമിത്ര കഥയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ അവരുടെ വരവുണ്ടായിരുന്നു. ആരുടെ, എന്റെ ഗുരുവായൂരപ്പ, എന്താ താടകയുടെ വരവ് എന്നറിയോ, കണ്ടിട്ടില്ലല്ലോ. താടകയെ കണ്ടവരാരെങ്കിലും ഉണ്ടോ അവിടെ? കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. പിന്നെയോ രാമായണം കണ വാൽമീകി രാമായണം വായിച്ചു നോക്കണം, അവരുടെ ആ വരവ്. ഭഗവാൻ പിന്നെ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്തു, രാമാവതാരത്തിൽ താടകയുടെ കഥ കഴിച്ചു. പിന്നെ ഭഗവാൻ നേരെ ചെന്നപ്പോ അവിടെ എന്തോ മിഥിലാന്നോ മറ്റോ പറയുന്ന വലിയൊരു രാജധാനി ഉണ്ടായിരുന്നു. ആ മിഥിലയിൽ ചെന്ന സമയത്ത് അവിടെ നല്ലൊരു എന്താണ് ഒരു ഇങ്ങനെ വളഞ്ഞുകൊണ്ട് നിൽക്കുന്നൊരു സാധനം, എന്താണ് വില്ല്. ആ വില്ല് ഭഗവാൻ കയ്യിലെടുത്ത് അതങ്ങോട്ട് പൊട്ടിച്ചപ്പോഴാണ് ഒരു മലയാളി പറഞ്ഞു, ഇടിവെട്ടിയിടും മണ്ണമ്പിൽ മുറിഞ്ഞൊച്ച കേട്ടു. എന്താ കേട്ടത്, ഞൊച്ച. പണ്ടത്രേ പണ്ടൊരാൾ ആദ്യമായിട്ട് രാമായണം വായിച്ചതാണ്. ഇടിവെട്ടിയിടും മണ്ണമ്പിൽ മുറിഞ്ഞൊച്ച കേട്ടു. അപ്പൊ ചോദിച്ചു എന്താ കേട്ടത്, ഞൊച്ചയാണ്. ഞൊച്ചയല്ല കേട്ടത്, എന്താ കേട്ടത്, ഇടിവെട്ടിയിടും മണ്ണമ്പിൽ മുറിഞ്ഞ് അവിടെ മുറിക്കണം. അങ്ങനെയാണ്. എന്താ ആ ഭാഷാവിദഗ്ധന്റെ പ്രയോജനല്ലേ. ആരാണ് ആ ഭാഷാവിദഗ്ധൻ, നമാമി തുഞ്ചത്തെടുമര്യവാദം. ആ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഭാഷ ഗംഭീരമായിട്ട് പ്രയോഗിച്ച് മലയാളിക്ക് കൊടുത്തു. ഇടിവെട്ടിയിടും വണ്ണം വിൽ മുറിഞ്ഞ്, അവിടെയാണ് മുറിഞ്ഞത്. അല്ലാതെ ഒച്ചയില്ല, വിൽ മുറിഞ്ഞ് ഒച്ച കേട്ടു. ആ ഇടി വെട്ടണ മാതിരിയാ വില്ല് പൊട്ടിയപ്പോൾ ഒച്ച ഉണ്ടായത്. ആ ഒച്ച കേട്ടപ്പോൾ അടങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ, മൈഥിലി മയിൽപ്പേട പോലെ. മൈഥിലിക്ക് വലിയ സന്തോഷമായി. പിന്നെ എന്തിനു പറയുന്നു, വേഗം വേളിയൊക്കെ കഴിഞ്ഞു. ആ 4 പേരുടെയും വേളി കഴിഞ്ഞ് എല്ലാവരും മടങ്ങി വരുമ്പോ വഴിയിലുണ്ട് മറ്റൊരു രാമൻ. എത്ര രാമന്മാരുടെ കഥ കേട്ടില്ലേ. ഒരമ്മയുടെ വയറ്റിന്ന് മറ്റൊരമ്മയുടെ വയറ്റിലേക്ക് യാത്ര ചെയ്ത ബലരാമന്റെ കഥ നടത്ത കേട്ടല്ലോ. കാടക മുതലായിരിക്കുന്നവരെ നിഗ്രഹിച്ച് അഹല്യ മുതലായവർക്ക് മോക്ഷം കൊടുത്ത മറ്റൊരു രാമന്റെ കഥ ഇപ്പൊ നമ്മൾ കേൾക്കുന്നതിനിടയിലാണ് വഴിയിലിട്ട് വേറൊരു രാമൻ.
അതാണ് രാമോ രാമശ്ച രാമശ്ച എന്ന് പറയും. ഭഗവാൻ 3 രാമന്മാരായിട്ടാണ് അവതരിച്ചത്. ആരൊക്കെയാണ്? ബലരാമൻ, ശ്രീരാമൻ, പരശുരാമൻ. അങ്ങനെ പരശുരാമനെ കണ്ടു. പരശുരാമൻ എന്ത് ചെയ്തു? ആരുന്ധാനേരുഷന്ധേ പ്രഭുകുലതിലകേ സംഗമയ്യ സ്വതേജോ യാതേ യാതോസ്യയോധ്യ. പരശുരാമനെ കണ്ടപ്പോൾ തന്നെ ശ്രീരാമചന്ദ്രന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്താ മനസ്സിലായത്? ഞാൻ തന്നെയാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്. നമുക്ക് നേരെ മനസ്സിലായിട്ടില്ല അല്ലെ? പരശുരാമൻ ശ്രീരാമന്റെ മുന്നിൽ വന്നു നിൽക്കുമ്പോ ശ്രീരാമന് മനസ്സിലായി ഞാൻ തന്നെയാണ് എന്റെ മുന്നിൽ വന്നു നിൽക്കുന്നത്. പരശുരാമനും മനസ്സിലായി എന്ത്? ഞാൻ തന്നെയാണ് എന്റെ മുന്നിൽ കല്യാണം കഴിഞ്ഞ് വന്നു നിൽക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി. 2 ഈശ്വരന്മാരാ, 2 മഹാവിഷ്ണുവാണ്. ഇന്ന് 2 അവതാരമൂർത്തികൾ ഒന്നിച്ചുകൂടിയ വലിയൊരു സമാഗമമായിരുന്നു ഇവിടെ നടന്നത്. എന്നിട്ട് എന്തുണ്ടായില്ലേ? പരശുരാമനെ കണ്ടപ്പോൾ ശ്രീരാമന്റെ മനസ്സിൽ പരശുരാമന്റെ എല്ലാ കഥകളും തെളിഞ്ഞു വന്നു. ലബ്ധം നായകണഷ്ടരുദ്ദശവയ 14 വയസ്സായപ്പോഴേക്കും ഈ പരശുരാമന് 14 വയസ്സായപ്പോഴേക്കും സകല വേദാന്ത ശാസ്ത്രങ്ങൾ മുഴുവനും പഠിച്ചു കഴിഞ്ഞു. നമ്മുടെ കുട്ടികളോ? നമ്മുടെ നാട്ടിൽ 14 വയസ്സായ കുട്ടികൾക്ക് വേദവും അറിയില്ല, വേദാന്തവും അറിയില്ല, ഗീതയും അറിയില്ല, യാതൊന്നും അറിയില്ല. നമ്മുടെ കുട്ടികളുടെ കഥ കണ്ടില്ലേ? ഇവിടെ പരശുരാമനെ കണ്ടുപഠിച്ചോളൂ. 14 വയസ്സായപ്പോഴേക്കും സകല വേദാന്ത ശാസ്ത്രങ്ങൾ മുഴുവനും എന്റെ ഗുരുവിൽ നിന്ന് പഠിച്ചയാണ്. നേരത്തെ പറഞ്ഞില്ലേ ബലം വേണം ബലം വേണം ബലം വേണം എന്ന് ബലരാമന്റെ കഥ പറഞ്ഞപ്പോ പറഞ്ഞില്ലേ? എന്താ പരശുരാമന്റെ ബലം എന്നാ വിചാരിച്ചത്? ഒരു 25,000 ശത്രുക്കളൊക്കെ എതിരിട്ട് വന്നാൽ 5 മിനിറ്റ് വേണ്ട. എന്തിന് അകലഴിക്കാൻ? അല്ലത് മനസ്സിലായോ? പരശുരാമനോട് യുദ്ധം ചെയ്യാൻ ഒരു 25,000 ശക്തന്മാര് നീ കഥ കേട്ടോ. നീട്ടു പോയത് എന്റെ ഇടയ്ക്ക് ഞാൻ നിന്നെ നോക്കിയിട്ടാണ് ഈ പറയുന്നത്. നീ നീട്ടു ചെയ്യാൻ ഞാൻ നോക്കിയിട്ടാണ് പറയുന്നത്. പരശുരാമന്റെ മുന്നിലേക്ക് 25,000 ശക്തന്മാര് ആയുധവുമായിട്ട് യുദ്ധം ചെയ്യാൻ വന്നാൽ ആ പരശുരാമന് 5 മിനിറ്റ് പോലും വേണ്ട. എന്തിന്? അവരെ മുഴുവനും നിലപരിശാക്കാൻ. അവ എന്താ പരശുരാമന്റെ ബലം അല്ലേ? അപ്പൊ നമ്മൾ എന്തിനാ രാമോ രാമശ്ച രാമശ്ച എന്ന് പറയുന്നത്? ഇതിൽ രാമോ രാമശ്ച രാമശ്ച എന്ന് പറയുന്നതിലെ ബലരാമനും ശ്രീരാമനും പരശുരാമനും ഉണ്ടായിരുന്ന പൊതുവായ ഗുണമാണെന്ത്? ബലമാണ് ജീവിതം. അന്നു പോകരുത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ബലശാലികളായിട്ട് ജീവിക്കണം. നല്ല ബലം വേണം. ഈ ആത്മബലം എന്ന് അതിന് പറയാം. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ബലം എന്താണ്? ആത്മബലം. ബലരാമനത് നല്ലപോലെ ഉണ്ടായിരുന്നു. പണ്ട് വൃന്ദാവനത്തിൽ തന്നെ കളിക്കണ സമയത്തെ അതിഭയങ്കരനായ ഒരു അസുരൻ വന്നു. ബലരാമൻ ഒറ്റയടിക്ക് അവരുടെ കഥ കഴിച്ചു. ശ്രീകൃഷ്ണൻ പറഞ്ഞു ബലേ ബലേ എന്താ അർത്ഥം? ഈ ഞങ്ങളുടെ ഒരു പ്രയോഗമുണ്ട്. നിങ്ങളുടെ എന്താ? ഈ നമ്പൂതിരിമാരുടെ ഒരു പ്രയോഗമുണ്ട്. ബലേ ബലേ എന്താ? അസുരനെ ഒറ്റയടിക്ക് കൊന്നു വന്നപ്പോ കൃഷ്ണൻ രാമജ്യേഷ്ഠനോട് പറഞ്ഞതെന്താ? ബലേ എനിക്കെന്താ കേമായി രാമേട്ട, കേമായി. ഒറ്റയടിക്ക് അവന്റെ കഥ കഴിച്ച്. എന്താ ശക്തി എന്നറിയോ? പിന്നെ ഒരു ദിവസം ബലരാമൻ എന്താ ചെയ്തതെന്നറിയോ? കലപ്പെട്ടവർ കൃഷ്ണൻ ആരോ പറഞ്ഞു പുഴ വഴി മാറി ഒഴുകി, പുഴ വഴി മാറി ഒഴുകി, പുഴ വഴി മാറി ഒഴുകി. കൃഷ്ണൻ ഓടി വന്ന് നോക്കിയപ്പോ എന്താ കണ്ടതെന്നറിയോ? ഇങ്ങനെ ഒഴുകണ പുഴ ഒരു സ്ഥലത്ത് കിടക്കുമ്പോ ഇങ്ങനെ വളഞ്ഞു 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 ഇങ്ങനെ ഒഴുകുക. അവിടെ വന്നപ്പോ ബലരാമനുണ്ടാ വലിയ കലപ്പ തന്നെ കുത്തിപ്പിടിച്ചു നിൽക്കണത് കണ്ടപ്പോ കൃഷ്ണൻ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് മനസ്സിലായി എന്താ ബലേ? എന്താ അർത്ഥം? കേമായി. എന്റെ കൂടെ അവതരിച്ചതേ കേമായി. സ്വതവേ എങ്ങനെ പതിവില്ല. മത്സ്യമൂർത്തിയായിട്ട് അവതരിച്ചപ്പോ കൂടെ ഈശ്വരൻ വേറെ വന്നു. നരസിംഹമായിട്ട് അവതരിച്ചപ്പോ ഏത് ഈശ്വരനാ കൂടെ വന്നത്? ആരും കൂടെ വന്നില്ല. കൃഷ്ണനായിട്ട് അവതരിച്ചപ്പോഴും അങ്ങനെയല്ല. ഗുരുവായൂരപ്പൻ ഇവിടെ യശോദാനന്ദനായി കൃഷ്ണനായിട്ട് അവതരിക്കേണ്ടത് നടന്ന സമയത്ത് ബലരാമൻ പറഞ്ഞു
ഞാനും കൂടെ വരാം. എന്താ പറഞ്ഞത്? ഞാനും കൂടെ വരാം. അങ്ങനെയാണ് ബലരാമൻ ശ്രീകൃഷ്ണാവതാരവും ബലരാമാവതാരവും ഒരേ സമയത്താണ് നടക്കണത്. ഇതുപോലെ രാമായണത്തിലുണ്ടൊരു കഥ. ഇവിടെ കല്യാണമൊക്കെ കഴിഞ്ഞ് സീതയുടെ കൂടെ ഇനി സുഖമായിട്ടാണ് താമസിക്കാന്നൊക്കെ വിചാരിച്ച് നാലാളും കൂടി കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് ഈശ്വര വഴിയിൽ നിൽക്കുക പരശുരാമനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാർത്തവീര്യാർജുനനെ പോലും കൊന്നവനാണ്. ആര്? ചില്ലറക്കാരനല്ല. എത്ര കയ്യെന്നറിയോ കാർത്തവീര്യാർജുനൻ? എന്നാൽ അക്കാലത്ത് ഏറ്റവും കേവലായ ഏഹയ രാജാവായിരുന്ന ആര്? കാർത്തവീര്യാർജുനൻ. ഏകവീരന്റെ വംശത്തിൽ വന്ന അദൃശ്യമാകാം. ഏകവീരന്റെ കഥ കേട്ടിട്ടില്ലേ? ഏകാവലിയുടെ കഥ കേട്ടിട്ടില്ലേ? അവരുടെ വംശത്തിൽ ഒന്ന് പറഞ്ഞ ആളാ. എന്താ ബലം അറിയോ അവർക്ക് കാർത്തവീര്യാർജുനൻ? ആ കാർത്തവീര്യാർജുനനെ പോലും യുദ്ധത്തിൽ നിഗ്രഹിച്ച പരശുരാമനാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് ശ്രീരാമന് നല്ലതുപോലെ മനസ്സിലായി. ശ്രീരാമൻ കൈ നീട്ടി തന്നോളൂ. അവിടെ എന്തായി? പരശുരാമൻ തന്റെ കയ്യിലുള്ള തന്റെ ഉള്ളിലുള്ള ആ തേജസ് മുഴുവനും എന്ത് ചെയ്തു? നേരെ ശ്രീരാമനിലേക്ക് ഇങ്ങനെ സംക്രമിച്ചു. അപ്പോ നല്ലൊരു നീലപ്രകാശം എഴുന്ന പരശുരാമൻ നോക്കുമ്പോളെ പരശുരാമൻ ഇവിടെ നിൽക്കുകയാണേ, ശ്രീരാമൻ ഇവിടെ നിൽക്കുകയാണേ. രണ്ടാളും ഇടയിൽ നിന്നിട്ട് കുറച്ചു ദൂരം. ഇപ്പൊ എന്താ? പരശുരാമന്റെ ഉള്ളിൽ നിന്ന് നല്ല ഒരു നീല നിറത്തിലൊരു തേജസ് ഇങ്ങനെ അന്തരീക്ഷത്തിൽ കൂടെ ഇങ്ങനെ വന്നു. എന്താ സംഭവിക്കുന്നത്? ആൾക്കാരങ്ങനെ അതിശയിച്ചു നോക്കി നിൽക്കുക. പരശുരാമന്റെ ഉള്ളുന്ന ദിവ്യമായ എത്ര കാലം തപസ് ചെയ്തെന്നറിയോ? നമഃശിവായ 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 നമഃശിവായ. എത്രയോ കാലം ജലപാനം പോലുമില്ലാത്ത പഞ്ചാക്ഷര മന്ത്രം ലക്ഷക്കണക്കിന് തവണ ഉരുക്കഴിച്ച് തപസ് ചെയ്താണ്. എന്നിട്ടല്ലേ ശിവൻ പ്രത്യക്ഷമായിട്ട് പറഞ്ഞു, ഉണ്ണി ഏമായി തപസ് കയ്യിൽ വെച്ചോളൂ. അങ്ങനെ കൊടുത്തതായി മഴു. ഇതക്കാരനൊന്നുമല്ല. ആ പരശുരാമന്റെ ഇവിടെ ആരാ രുഷാന്തനായത്? രുഷാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നാരായണീയം വായിക്കണം. ഭാഗവതം പോലെ തന്നെ രസമാണ് നാരായണീയം. അതിൽ പട്ടേരിപ്പാടിന്റെ ഒരു പ്രയോഗമാണ്. ആരുംധാനേ രുഷാന്തേ ഭൃഗുപുല്ലതില്ലകേ സംക്രമയ്യ സ്വതേജോ. ആരാ രുഷാന്തനായത്? ഋഷാന്തൻ പറഞ്ഞാൽ എന്താ? ഋഷ പറഞ്ഞാൽ ദേഷ്യം കൊണ്ട്, അന്ധനാവുക പറഞ്ഞാൽ കണ്ണ് കാണാണ്ടാവുക. പരശുരാമന് ക്ഷത്രിയന്മാരെ കണ്ട ദേഷ്യ വെച്ചിട്ടില്ല. ദുഷ്ടന്മാരായ ക്ഷത്രിയന്മാരെ മുഴുവനും നിഗ്രഹിക്കാൻ വേണ്ടി അവതാരമെടുത്തിയ ആളാ. അപ്പോഴവരുടെ ക്ഷത്രിയന്മാർ, ഇവരൊക്കെ ക്ഷത്രിയന്മാരായി ദശരഥനും ഈ മുന്നേ കാണുന്നവരൊക്കെ കഥ കഴിക്കും. ആരാ എന്താ ചോദ്യം ഉത്തരമില്ല, കണ്ട അവിടെ വെച്ച് കഥ കഴിക്കും. അങ്ങനെയാണ്. ചില്ലറക്കാരനൊന്നുമല്ല. ആ പരശുരാമനാണ് അങ്ങനെ രുഷാന്തേ പറഞ്ഞാൽ എന്താ? കോപം കൊണ്ടങ്ങനെ ശരീരം മുഴുവനങ്ങനെ വിറച്ച് കണ്ണ് മുഴുവനങ്ങനെ കണ്ണാട്ടിയിട്ടിട്ട് ഭയങ്കര സ്വരൂപത്തിലാണ് നിൽക്കണത്. പരശുരാമൻ നിൽക്കണതേ. പരശുരാമൻ അങ്ങനെ ദേഷ്യം പിടിച്ചു നിൽക്കുമ്പോ ശ്രീരാമന്റെ മുഖഭാവത്ത എന്താ? ശ്രീരാമന്റെ മുഖഭാവം അയ്യോ പ്രസന്നവദനാം. അങ്ങനെ ദേഷ്യം പിടിച്ചു നിൽക്കുമ്പോ മെൽപ്പത്തൊരു പറയാം, ഈ ശ്രീരാമചന്ദ്രന്റെ മുഖം നല്ല മനോഹരമായ തുടുത്ത താമരപ്പൂ വിരിഞ്ഞു നിൽക്കുന്നത് പോലെ മനോഹരമായി ചിരിച്ചോണ്ട് നിൽക്കുകയാണ്. ശ്രീരാമനിൽ നിന്ന് ആ ഗുണം പഠിച്ചാലേ വന്നിട്ട് ആ തേജസ് മുഴുവനും ആരെ പോയിട്ട് അഭിഷേകം ചെയ്തു? ശ്രീരാമചന്ദ്രനെ അഭിഷേകം ചെയ്തു. ഞങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഇതായി. പരശുരാമൻ നേരെ നടന്ന് എങ്ങടോ നടന്നുപോയി. അപ്പോഴാ ദീർഘശ്വാസം വിട്ടത് ആര്? ദശരഥൻ.
വലിയൊരാപത്തുണ്ടാകുമെന്ന് വിചാരിച്ചപ്പോ എന്തായി? എന്താ ഉണ്ടായത്? ആപത്തോ ഒഴിഞ്ഞു പോയി അല്ലേ? ഞാൻ എത്ര 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 കഥകളാ രാമായണത്തിൽ നിന്നറിയോ? രാമായണ കഥകൾ പറഞ്ഞാൽ തീരാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ 3 രാമന്മാരെയും നമുക്ക് ദൂരെ നിന്ന് ഓരോ തവണ നമസ്കരിക്കാം. ആദ്യമായെ നമസ്കരിക്കാം, ബലരാമനെ നമസ്കരിച്ചോളൂ. അപ്പൊ ആദ്യം നമ്മൾ ആരെ നമസ്കരിക്കണു? അനേകം ലീലകളാടിയ ബലരാമനെ നമസ്കരിക്കുന്നു. പിന്നതാ അനേകം ലീലകളാടിയ പരശുരാമനെയും രണ്ടാമത് നമസ്കരിച്ചോളൂ. പിന്നെ എത്രയോ രാമലീലകളാടിയ സീതാപതിയായ സാക്ഷാൽ ശ്രീരാമചന്ദ്രനെയും നമസ്കരിച്ചോളൂ. അല്ലാണ്ട് ഞാനിട്ട് എന്താ ചെയ്യുക? നേരം സന്ധ്യയില്ലേ, കൃഷ്ണാവതാരം കൂടി വായിച്ചു പറയണ്ടേ? അപ്പൊ നമുക്കിപ്പോ തൽക്കാലം ആ 3 രാമന്മാരെയും 3 ഈശ്വരന്മാരെയും ഒന്ന് നമസ്കരിച്ചിട്ട്, എന്നാൽ ഇതിനേക്കാളൊക്കെ കേമായ ഒരു അവതാരം ഉണ്ടായിരുന്നു പരീക്ഷിത്തെ എന്ന് പറഞ്ഞിട്ടാണ് ആ ശ്രീകൃഷ്ണാവതാരം ആര് പറഞ്ഞത്? ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുത്തത്. അപ്പൊ നമ്മളെല്ലാവരും ഇനി കേൾക്കാൻ പോകുന്നത് എന്താണ്? ശ്രീകൃഷ്ണാവതാരം. അപ്പൊ നിങ്ങൾ സമർപ്പണങ്ങളൊക്കെ ചെയ്തു. ഞാൻ രാവിലെ പറഞ്ഞു, ഉച്ചയ്ക്ക് പറഞ്ഞു, ഇനിയും പറഞ്ഞു. കൃഷ്ണാവതാരത്തിന് എന്ത് വേണം? ധാരാളം സമർപ്പണങ്ങൾ വേണം. അപ്പൊ അത് വായിക്കുകയാണ്. 2 അധ്യായം വായിക്കാനുണ്ട്. ആ 2 അധ്യായം വായിക്കാൻ ഒരു 15 മിനിറ്റ് സമയം. അപ്പൊ 15 മിനിറ്റ് സമയം നമുക്ക് എന്ത് ചെയ്യാം? കൃഷ്ണാവതാരാണ് വായിക്കുന്നത്. കൃഷ്ണാവതാരം വായിക്കുമ്പോഴാണ് സപ്താഹത്തിൽ ഭക്തന്മാരോ ഓടി വന്നിട്ട് എന്തെങ്കിലും ഓടി വന്ന് നിരവധി ആൾക്കാര് നിറവറ വയ്ക്കും, നിരവധി ആൾക്കാര് നാണയപ്പറ വയ്ക്കും, നിരവധി ആൾക്കാര് എണ്ണ കൊണ്ടുവരും, നിരവധി ആൾക്കാർ അവിടെ നെയ്വിളക്കങ്ങനെ കത്തിച്ചു വെച്ചിട്ട് അവിടെ എന്തുണ്ടാവില്ല? നെയ്വിളക്ക് കത്തിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഇവിടെയോ നോക്കൂ, ഇവിടെ എന്താ കൃഷ്ണാവതാരം വായിക്കാൻ പോകുമ്പോ ഇവിടുത്തെ നമ്മൾ നോക്കൂ. ആ കാണാത്തവർക്കൊന്ന് ഇവിടെ വന്ന് നോക്കൂ. മതിയോ? അങ്ങനെ മതിയോ? അതെന്ത് ചെയ്യാം? ഇവിടെ നിറയെ നമ്മളെന്ത് എത്തിച്ചു വെക്കണം? എന്നാ ഓരോരുത്തരായിട്ട് വന്നോളൂ. അപ്പൊ കൃഷ്ണാവതാരം വായിക്കാൻ പോകുകയാണ്. ആ കൃഷ്ണാവതാരം വായിക്കുമ്പോ ഇവിടെ നിറയെ ഈ വിളക്ക് എത്തിച്ചു വെക്കണം. പിന്നെ ആ വിളക്കില് 2 തിരി പോരാ, അതിൽ എത്ര തിരിയിടണം? 7 തിരിയിടണം. അതൊക്കെ ചെയ്തോളൂ. വേഗം ചെയ്യൂ. കൃഷ്ണാവതാരാണ് വായിക്കുന്നത്. നമ്മളെല്ലാവരും സാധൂതം കാത്തിരിക്കുന്ന ശ്രീകൃഷ്ണാവതാരമാണ് ഇനി വായിക്കുന്നത്. അപ്പൊ എല്ലാവരും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ അറിയിപ്പ് നിങ്ങളോട് പറയട്ടെ. ഒരു അറിയിപ്പാണ്. ഈ നാളെ ഇവിടെ കൃഷ്ണാവതാരം കഴിഞ്ഞ് നമുക്കിവിടെ രുക്മിണി സ്വയംവരം എന്ന കഥയാണ്. ആ രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ രുക്മിണിയെ എടുക്കാൻ ഒരു കുട്ടി മാത്രമേ പേര് തന്നിട്ടുള്ളൂ. വേറെ ആരും പേര് തന്നിട്ടില്ല. അതുകൊണ്ട് ആ കുട്ടിയുടെ പേര് ഞാൻ വായിക്കാം. അഞ്ജലി കൃഷ്ണകുമാർ എന്നാണ് ആ കുട്ടിയുടെ പേര്. കൈയടിച്ചോട് വേണമെങ്കിൽ. അപ്പൊ അഞ്ജലി കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആ കുട്ടിക്കാണ് നാളെ നടക്കാൻ പോകുന്ന രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ രുക്മിണിയെ എടുക്കാനുള്ള ഒരു ഭാഗ്യം. ആ കുട്ടിയുടെ എവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ആ കുട്ടിയുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. എന്താ ശ്രദ്ധിക്കേണ്ടത്? നാളെ വൈകുന്നേരം ഏകദേശം നമ്മളൊരു ചായക്ക് നിർത്തില്ലേ 4:30. നാളെ വൈകുന്നേരം ഏകദേശം ഒരു 4:30 മണിയാവുമ്പോൾ ഈ അഞ്ജലി കൃഷ്ണകുമാർ എന്ന കുട്ടിയെ നല്ല കേരളീയമായ രീതിയിൽ ഉള്ള വേഷവിധാനങ്ങളൊക്കെ ചെയ്ത് ഇവിടെ എത്തിക്കേണ്ടതാണ്. ആ കുട്ടി വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാതില്ല. നല്ലതുപോലെ ഭക്തിയോടെ ഭഗവാനെ വിചാരിച്ച് ധ്യാനിച്ചു വരിക. എന്നിട്ട് ആ ഘോഷയാത്രയിൽ പങ്കെടുക്കുക. മറ്റുള്ള എല്ലാവർക്കും ആ ഘോഷയാത്രയിൽ പങ്കെടുക്കാവുന്നതുമാണ് എന്നുള്ള വിവരം എല്ലാവരെയും അറിയിക്കുക. ഇനി ഇവിടെ വായിക്കുന്നത് കൃഷ്ണാവതാരമാണ്. അതെല്ലാവരും എന്ത് ചെയ്യണം? മടി കൂടാതെ നിറവറ വെക്കേണ്ടവർ നിറവറ വെക്കണം. നാണയപ്പറ വെക്കേണ്ടവർക്ക് നാണയപ്പറ വെക്കാം. എന്തെങ്കിലും വെണ്ണ മുതലായതൊക്കെ സമർപ്പിക്കാം. വെണ്ണ നിവേദ്യം ഷീട്ടാക്കിയാൽ മതി കേട്ടോ. വെണ്ണ നിവേദ്യം നിങ്ങൾ ഷീട്ടാക്കിയ വെണ്ണ തരും. അതുപോലെ നിങ്ങൾക്ക് പാല് ഇവിടുന്ന് ഭഗവാൻ നിവേദിച്ച് അത് കിട്ടും. അപ്പൊ അതെല്ലാവരും വേഗം ചെയ്തോളൂ. അപ്പൊ 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ആ കൃഷ്ണാവതാരത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാകേണ്ടതാണെന്ന് വീണ്ടും അറിയിക്കുകയാണ്.
നന്നായിട്ട് നമുക്ക് കൃഷ്ണഭക്തി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം സമർപ്പണങ്ങളൊക്കെ ചെയ്യാനെന്ന് വീണ്ടും വീണ്ടും നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി വായിക്കുകയാണ്. കൃഷ്ണാവതാരം ഇനി പാരായണം ചെയ്യണം. അതുപോലെ കൃഷ്ണാവതാരത്തിന് ഇന്നത്തെ നിവേദ്യം പാൽപ്പായസമാണ്. എല്ലാ വീട്ടുകാരും എന്ത് ചെയ്യണം? ഒരു പാൽപ്പായസം കഴിച്ചിട്ടാക്കണം. ഓരോരു ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, ഇന്ന് ഭഗവാന് പാൽപ്പായസമാണ് നിവേദിക്കുക. എല്ലാ വീട്ടുകാരും എന്ത് ചെയ്യാം? ഒരു പാൽപ്പായസം ചൂട്ടാക്കുക. അതിന് പ്രസാദമായിട്ട് തരും. സമർപ്പണങ്ങളൊക്കെ എത്രയും വേഗത്തിൽ ചെയ്തിട്ട് വേണം നമുക്ക് കൃഷ്ണാവതാരം പൂർത്തിയാക്കാൻ. നമോ ഭഗവതേ വാസുദേവായ. ദശമസ്കന്ധ പൂർവാർദ്ധ അഥ പ്രഥമോധ്യായ. രാജോവാച കഥിതോ വംശവിസ്താരോ ഭവതാ സോമസൂര്യോ രാജ്ഞാം ചോഭയവംശ്യാനാം ചരിതം പരമാദ്ഭുതം യദോശ്ച ധർമ്മശീലസ്യാദിതരാമുനി സത്തമ തത്രാംശേനാവതീർണസ്യ വിഷ്ണോർവീര്യാണി ശംസന അവതീരയതോർവംശേ ഭഗവാൻ ഭൂതഭാവനാം കൃതവാൻ യാനി വിശ്വാത്മാ താനി നോ ഗതവിസ്തരാത് നിവൃത്തദർശൈരുപഗീയമാനൻ ഭവോഷതാക്ഷോത്രമനോഭിരാമൻ കൗത്തമശ്ലോകഗുണാനുവാദാൽ പുമാൻ വിരജ്യേത വിനാപശുഘ്നാത് പിതാമഹാമേ സമരേ മരഞ്ജർദേവവ്രതാദ്യാദിരഥൈസ്ത്രീങ്കിരൈഃ ദുരത്യയം ഗൗരവസൈന്യസാഗരം കൃത്വാതരം വത്സപദസ്മൈർപ്രവാഹ ദ്രൗണ്യസ്ത്രവിപൃഷ്ടമിദം മദംഗം സന്താനബീജം കുരു പാണ്ഡവാനാം യുഗോപകുക്ഷിം ഗതാതചക്രോ മാതുശ്ചമേയഃ ശരണം ഗതായ വീര്യാണി തസ്യ അഖിലദേഹഭാജാം അന്തർബഹിഃ പൂരുഷകാലരൂപൈഃ പ്രയച്ഛതോ വൃത്തിമുദാമൃതം ച മായാ മനുഷ്യസ്യ വദസ്വ വിദ്വൻ രോഹിണ്യാസനയ പ്രോക്തോ രാമ സംഘർഷണസ്ത്വയ ദേവക്യാ ഗർഭസംബന്ധാ കുതോ ദേഹാന്തരം വിന തസ്മാൻ മുകുന്ദോ ഭഗവാൻ പിതൃഗേഹാൻ വ്രജം ഗത ക്വവാസം ജ്ഞാതിഭിः സാർദ്ധം കൃതവാൻ സാത്വദാംബദേ വ്രജേവ സൻ കിമകരോന്മധുര്യാം ച കേശവ ധാതരം ചാപഥിൽകം സമ്മാതുരദ്ധാചരിഗണം ദേഹം മാരുഷമാശ്രിത്യ കതിവർഷാണി വൃഷ്ണിഭിः യദപുര്യാം സഖാവാസ്യ പത്ന്യഃ പത്യഭവൻ പ്രഭോ ഏതദന്യസ്യ സർവം മേ മുനേ കൃഷ്ണവിചേഷ്ടിതം വക്തുമർഹസി സർവജ്ഞാ ശ്രദ്ധധാനായ വിസ്തൃതം നൈഷാദിദുസ്സഹാക്ഷുണ്മാം त्यक्तोतमविबाधते पिबन्तं त्वन्मुखाम्भोजच्युतं हरिकथामृतं सूत उवाच एवं निशम्य भृगुनन्दन साधुपादं वैयासैश्च भगवानथ विष्णुरादं प्रत्यर्च्छ कृष्णचरितं कलिकल्मषग्नं व्याहत्वमारभत भागवतप्रधाना श्रीशुक उवाच सम्यग्विवशदा बुद्धिस्तव राजर्षि सत्तम वासुदेवकथायां ते ज्ञादानश्चिकीरति वासुदेवकथा प्रश्न पुरुषां त्रीं पुनादिः वक्तारं प्रच्छ्वगं श्रोतृस्तल्पादसलिलं यथा भूमिदृप्तनवव्याजदैत्यानीकशदायुधैः आक्रान्ता भूरिभारेण ब्रह्माणं शरणं ययो गौर्भूत्वाशमुखी खिन्ना क्रन्दन्ती करुणं विभो उपस्थितान्तिके तस्मै व्यसनं समवोचत ब्रह्मा तदुपधार्याजासगदेवैस्त्वया सह जगाम सात्रिनयन क्षीरवयोनिधे तत्र गत्वा जगन्नाथं देवदेवं वृषाकविं पुरुषं पुरुषसुकृतेन उपतस्थे समाहित गिरं समाधो गगने समीरितामिशम्यवेधाकृतशानुवाजः गां पौरुषेण्य शृणुदा वना पुनर्विधीयतामाशु तथैव माचिर पुरैव पुंसावक्षतोद्धराञ्जलो भवद्भिरं शैर्यदिशोभजन्यता स यावदुर्व्याभरणीश्वरेश्वरा स्वकालशक्त्या क्षमयं सरेद्भुवि वसुदेवगृहे साक्षात् भगवान् पुरुषः परा जनिष्यते तल्प्रियार्थं सम्भवन्तु सुरस्त्रिया वासुदेवकलानन्दः सहस्रवदनस्पराड् अग्रतो भविता देवो हरे प्रियचिकीर्षया
विष्णोर्माया भगवते या सम्मोहितं जगत् आदिष्टा प्रभुनां सेना कार्यार्थे सम्भविष्यति। श्रीशुक उवाच इत्यादिश्यामगणान् प्रजापतिपतिर्विभो आश्वास्यतमहिं कीर्तिः स्वधाम परमं ययो शूरसेनो यदुपतिर्मथुरामावसन्पुरीं माधुर्या शूरसेनाश्चा विषयान् बुभुजे पुरां राजधानी ततः सा भूर्सर्वयादव भूभुजां मथुरा भगवान् यत्र नित्यं सन्निहितो हरि तस्यां दहरगचिच्छौरवसुदेवक्रतोद्वः देवक्या सूर्या सार्धं प्रयाणे रथमारुह उग्रसेन सुदक्कं स्वसुप्रियचिकीर्षया यस्मिन्हयानं जग्राह यकुमैरथशतैर्वृदा चतुश्शतं पारिकटिकं गजानां हेममालिना अश्वानामयुधं सार्धं रथानां चात्रिषट्शतं दासीनां सुकुमारीणां दिनेशते समलङ्कृते दुहित्रे देवगप्रादान्यानि दुहितृवत्सला शङ्खदूर्यमृदङ्गाष्टानेतृदन्दुभयत्समं प्रयाणप्रक्रमे तावल्वरवध्वो सुमङ्गलं पथिप्रगृह्णं कंसमाभाष्याः शरीरवाक् अस्यास्त्वामष्टमो गर्भो अन्धाया वगसे बुधा इत्युक्तः सकलपावो भोजानां कुलपांसनां भगिनीं हन्तुमारब्धखड्गवाणिकजगृहीतं तं जुगुप्सितकर्माणं दशंसं निरवत्रमं वसुदेवो महाभाग उवाच परिसान्द्रयन् वसुदेव उवाच शिलाघनीय गुणशूरिर्भवान् भोज यशस्करा सकतं भगिनीं कन्यात्र्यमुद्वाहपर्मणे मृत्युर्जन्मवदा वीरा देहेन सगजायते अद्य वाप्तसदां देवा मृत्युर्वै प्राणिनां ध्रुवा देहे परिगत्वमापन्ने देहि कर्मानुगोवशं देहान्तरमनुप्राप्य प्राप्तनं त्यजदेव भो परं तिष्ठन् पदैकेनायधैवैकेन गच्छति यथा तृणजलोकैवं देहि कर्मगतिं गदा स्वप्ने यथा पश्यति देहमीदृशं मनोरथेनाभिनिविष्टचेतना दृष्टश्रुताभ्या मनसा चिन्तयन् प्रवर्तते किमभिक्तवस्मृति यतो यतो धावति दैवचोदितं मनोविकारात्मकमापवञ्जसो गुणेषु मायारचतेषु देह्यसो प्रपद्यमानः सगतेन जायते ज्योतिर्यधीवोदकपाक्षिपेश्वदा समीरवेगानगतं विधायते एवं स्वमायारचतेष्वसोपमान् गुणेषु लागानगतो विमुह्यते तस्मान्नगस्तजद्रोहमाचरेर्सा तथाविधा द्रोहमाचरेर्स तथाविधा आत्मनक्षयमन्निच्छन् द्रोहृवै परतो भयम् एषा तवानुजा बाला द्रवणा पुत्र्योपमा अन्धुं नार्हसि कल्याणी इमां त्वं दीनवत्सला श्रीशुक उवाच एवं सा सामभिद्वेदिर्बोध्यमानोऽपि दारुणा न निवर्तत कौरव्या पुरुषादाननं वृथा निर्बन्धं तस्य तं ज्ञात्वा विचिन्त्य आनकदुन्दुभिं प्राप्तं कालं प्रतिव्योढमिदं तत्र अन्नपत्यता मृत्युर्बुद्धिमतावोचो यावल्बुद्धिमलोदयं यद्यसो निवर्तेत नावराधोऽस्ति देहिनां प्रदाय मृत्यवे पुत्रान् मोदये कृपणान् वा सुदामे इति जायेरन् मृत्युर्वादं प्रियेत चेत् विपत्ययो वाक्यं नस्या कतिर्घातकृतया उपस्थितो निवर्तेत निवर्तः पुनरापतेत् अग्नेर्यथा दारिवियोगयोगयोरधिष्ठतो अन्यन्ननिमित्तमस्ति एवं विचन्दोरविदुर्विभाव्या शरीरसंयोगवियोगहेतो एवं विमर्शतं पापं यावदात्मनिदर्शनं भूतयामास वैशौर्यर्बहुमानपुरस्सरं प्रसन्नवदनं भोजो नृशंसं निरवक्रमं मनसा दूयमानेन विहसन्निदमब्रवीत् वसुदेव उवाच नह्यस्यास्ते भयं सौम्या विद्वागाः शरीरिणि पुत्रा समर्पयिष्येऽस्य यतस्ते भयमुत्थितं श्रीशुक उवाच स्वसौगतानिव प्रत्येकं सत्तद्वाक्यसारविल् वसुदेवोऽपि तं प्रेता प्रशस्य प्राविशगृहम् अथ कालौ वावृत्ते देवकी सर्वदेवता पुत्रान् प्रसुषुवे चाष्टो कन्यां चैवानुवत्सरं कीर्तिमन्थं प्रथमजं कंसायानकदुन्दुभे अर्पयामास कृच्छ्रेण सो नृदाददिविह्वलं किं दुस्सगं न साधूनां विदुषां किमपेक्षितं किमकार्यं कदर्याणां दुस्त्यजं किं धृतात्मना
दृष्ट्वा समत्वं तच्छौर्ये सत्ये चैवाव्यवस्थितं कंसस्तुष्टमना राजन् प्रहसन्निदमब्रवीत् प्रतियाद कुमारोऽयं न ह्यस्मादस्ति मे भयम् अष्टमान् इवयोर्गर्भान् मृत्युर्मेदयितः किल तथेति सुतमादाय भयावानगदुन्दुभि नाभ्यनन्दतद्वाक्यमसतो विजितात्मना नन्दाद्याये व्रजे गोपायाश्चामेषां च योषिता कृष्णयो वसुदेवाद्या देवक्याद्या इदुस्त्रिया सर्वे वै देवता प्राया उभयोरपि भारत ज्ञातयो बन्धुसुकृतो ये जगंस्तमनुव्रता एतत्कंसाय भगवान् च शंसाद्भीर्ति नारद भूमेर्भारायमाणानां दैत्यानां च वधोद्यमम् ऋषेर्गमे कंसो यदुन्मत्त्वा सुरानिधि देवक्या गर्भसम्भूतं विष्णुं च स्ववधं प्रति देवकीं वसुदेवं च निगृह्य निकटे गृहे जातमहं पुत्रं तयोरजनशङ्कया मातरं पितरं भ्रातरं सर्वांशा सुहृदत्तधा ह्यन्दिह्य सुकृपो लुब्धा राजानप्रायशो भवे आत्मानमिव सञ्चादं जानन् त्वां विष्णुजागरं महासुरं कालनेमिं यदिभिस्वाविरुध्यता उग्रसेनं च पितरं यद्भोजं भगाधिपं स्वयं निगृह्य बुभुजे शूरसेनान् महाबलः श्रीहरये नमः इति श्रीमद्भागवते महापुराणे पारमहंस संहितायां दशमस्कन्धे पूर्वार्धे श्रीकृष्णावतारो वक्रमे प्रथमोऽध्याय सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द। ओम नमो भगवते वासुदेवाय अथ द्वितीयोऽध्याय श्रीशुक उवाच प्रलम्बभगचाणूरतनावर्तमहाशनैः पुष्टिकारिष्टद्विविध पूतनाकेशधेनुगैः अन्यैश्शासनभूपालबाणभौमादिभिर्युधा यदूनां कदनं चक्रे बलीमागतसंश्रया ते पीडिता निर्विशो गुरुपञ्चालगेगया साल्वान्विदर्भान् विदेहान् कोसलानवे एते तमरिबन्धानाज्ञातयः पर्युवासते अदेषु षट्सु बालेषु देवक्य औग्रसेनिना सप्तमो वैष्णवं धामायमनन्दं प्रचक्षते गर्भो बभूव देवक्या हर्षशोकविवर्धना भगवानपि विश्वात्मा विदित्वा कंसजं भयं यदूनां निजनाधाना योगमायां समादिश गच्छदेवी व्रजं भद्रे गोपगोभिरलङ्कृतं योगिनी वसुदेवस्य भार्यास्ते नन्दगोकुले अन्याश्च कंसदं विघ्नाविवेलेषु वसन्तिः देवक्या जठरिगर्भं शेषाक्षं धाममामगं कल्सन्धिगृह्यरोहिण्यवतरे सन्निवेशया अथाहवंशभागेन देवक्या उत्तरां शुभे प्राप्स्यामि त्वं यशोदाया नन्दपत्न्या भविष्यसि अर्चिष्यन्ति मनुष्यास्त्वं सर्वकामवरेश्वर्यं धूपोपहारकलिभिः सर्वकामवरप्रदा कामधेयानि कुर्वन्ति स्थानानि चाराघवे दुर्गेति भद्रकाळीति विजया वैष्णवीति च कुमुदा चण्डिका कृष्णा माधवी कन्यकेति च माया नारायणी शानी शारदेत्यम्बिकेति च गर्भसङ्कर्षणार्थं वै प्राहुः सङ्कर्षणं भवे रामेति लोकरमणबलं बलवदुच्छ्रयादे सन्दिष्टैवं भगवता तथेत्यो विदधध्वजा प्रतिगृह्य परिक्रम्यागां गदा गदोद गर्भे प्रणीते देवक्या रोहिणीं योगनिद्रया अहो विश्रंसितो गर्भा इति कौलापिचुकृशो भगवानपि विश्वात्मा भक्तानाम् अभयं आविवेशां सभागेन मनानगदुन्दुभे स बिभ्रत् पौरुषं धामा भ्राजमानो यथारवे दुरासदो दुर्धर्षो भूतानां सम्बभूवः ततो जगन्मङ्गलमच्युतांशं समाहितं शूरसुतेन देवी दधारा सर्वात्मकमात्मभूतं काष्ठा यथानन्दकरं मनस्ता सा देवकी सर्वजगन्निवासभूतादितरां नरेजे भोवजेन्द्रगेहेऽग्निशिखे वरुद्धा सरस्वती ज्ञानखले यथा सति तां वीक्षकं सत्प्रभयाचितां तिरां विरोधयन्ति भवनं शुचिस्मिता आहैषमे प्राणकरो हरिर्दुःखं ध्रुवं सुतोऽयं न विलेयमीदृशि किमद्य तस्मिन् करणीयमाशुमे यदर्थतन्त्रो न विहन्ति विक्रमं श्रिया स्वसुर्गुरुमद्यावधोऽयं यशश्रियं हन्त्यनुगालमायो स एष जीवन् खलु सम्परेतो वर्तयतयोऽत्यन्तमृशंसितेन देहे मृदेदं मनुजाश्रवन्ति वृन्दातमोऽर्थं तनुमानिनो ध्रुवम् इति घोरतमान्भावान् सन्निवृत्त स्वयं प्रभ आस्ते प्रतीक्षं सज्जन्म हरेर्वैदानि बन्धक आसीत्
യഥാഹീന സംവിഷം തിഷ്ഠൻ ഭുഞ്ജാന പര്യടൻ മഹ്യം ചിന്തയാനോ ഋഷികേശം അവശ്യൽ തന്മയം ജഗൽ ബ്രഹ്മാ ഭവശ്ച തത്രൈക്യമുനിഭിർനാരദാദിഭിः ദേവൈ സാനുജരൈ സാഗ ഗീർഭിർവൃഷണമൈതയൻ സത്യമൃതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യമൃത സത്യമേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഃ ഏകായുനോ സോക്തിഫലസ്ത്രിമൂല സദൂരസ പഞ്ചവിധ ഷഡാത്മാ സപ്തത്വകഷ്ടവിടവോ നവാക്ഷോ ദശച്ഛതി ദ്വിഭഗോ ഹ്യാദിവൃക്ഷ ത്വമേക ഏവാസ്യ സദപ്രസോദേ ത്വം സന്നിധാനം ത്വമനുഗ്രഹശ്ച ത്വന്മായയാ സംവൃതചേതസസ്ത്വം പശ്യന്തി നാനാനവിപശ്യതോ യേ വിഭർഷ്യരൂപാണ്യവബോധാത്മാ ക്ഷേമായ ലോകസ്യ ചരാചരസ്യ സത്വോപപന്നാനി സുഖാവഹാനി സദാമഭദ്രാണി മുഹുഃഖലാന ത്വയി അംബുജാക്ഷാഖിലസത്വധാമ്നേ സമാധിനാവേശിതചേതസൈകേ ത്വൽപാദബോധേന മഹൽകൃതേന കുർവന്തി ഗോവത്സപദം ഭവാഭ്യം സ്വയം സമുത്തേര സുദുസ്തരം ദ്യുമൻ ഭവാർണവം ഭീമമദഭ്രസൗഹൃദാ ഭവൽപദാംഭോരുഹനാവമത്രതേ വിധായാതാ സദനുഗ്രഹോ ഭവാൻ ഏന്നീരവിന്ദാക്ഷരിമുക്തമാനിന ത്വയ്യസ്തഭാവാദവിശുദ്ധബുദ്ധയാ ആരുഹ്യ കൃച്ഛ്രേണ പരം പദം ദദാ പദന്ത്യഭോനാദയുഷ്മദം ക്ഷയാ തഥാനതേ മാധവ താവകാത്വതിൽ ഭ്രശ്യന്തി മാർഗാ ത്വയി ബദ്ധസൗഹൃദ ത്വയാഭിഗുപ്താ വിചരന്തി നിർഭയാ വിനായകാനീകമൂർധസുപ്രഭോ സത്വം വിശുദ്ധം ശ്രയതേ ഭവാൻ സ്ഥിതോ ശരീരിണാം ശ്രേയ ഉപായനം വപു വേദക്രിയായോഗതപസ്സമാധിഭിസ്തപാർഹണം യേന ജനഃ സമീഹതേ സത്വം നിർഘാതരിതം നിജം ഭവേ വിജ്ഞാനമജ്ഞാനഭിതാപമാർജനം ഗുണപ്രകാശീലനമീയതേ ഭവാൻ പ്രകാശതേ യസ്യ ജയേന വാ ഗുണഃ ന നാമരൂപേ ഗുണജന്മകർമ്മഭി നിരൂപിതവ്യേ തവ തസ്യ സാക്ഷിണ മനോവചോഭ്യമനുമേയവത്മനോ ദേവക്രിയായാം പ്രതിയന്ത്യധാഭിः ശൃണ്വൻ ഗൃണൻ സംസ്മരയംശ്ച ചിന്തയൻ നാമാനി രൂപാണി ച മംഗളാനി തേ ക്രിയാസു യത്ത്വശ്രണാരവിന്ദ്രയോ ആവിഷ്ടചേതാന ഭവായ കൽപ്പതേ ദിഷ്ട്യാഹര്യസ്യാഭവദപദോ ഭോ ഭാരോപനീതസ്തവ ജന്മനേശിതോ ദിഷ്ട്യാങ്കിതാം തുൽപദകൈഃ സുശോഭനൈഃ ദ്രക്ഷ്യാമഭ്രാന്ത്യാം ച തവാനുകമ്പിതാം ന തേ ഭവസ്യ ച ഭവസ്യ കാരണം വിനാ വിനോദം വദ തർക്കയാമഹേ ഭവോ നിരോധസ്ഥിതിരപ്യവിദ്യയാ കൃതാ യതസ്ത്വയ്യഭയാശ്രയാത്മനി മത്സ്യാശ്വകച്ഛപദസിംഹവരാഹം സദാജന്യ വിപ്രവിബുധേഷു കൃതാവതാര ത്വം പാസിന ത്രിഭുവനം ജയഥാധുനേശ ഭാരം ഭുവോഹര യദൂത്തമാ വന്ദനം തേ ഭാരം ഭുവോഹര യദൂത്തമാ വന്ദനം തേ ഭാരം ഭുവോഹര യദൂത്തമാ വന്ദനം തേ ഷ്ട്യാംബകേ കുച്ചികതഃ പരപ്പുമാനം ശേന സാക്ഷാൽ ഭഗവാൻ ഭവായ നഃ മാ ഭുൽഭയം ഭോജപതേർമമോർഷോർഗോപതായതൂന ഭവിതാ തവാത്മജ ശ്രീശുക ഉവാച ഇത്യഭിക്തൂയ വൃഷം യദ്വിരൂപമനിദം യഥാ ബ്രഹ്മേശാനോപരോധായ ദേവാ പ്രതിയയുർദിവം ശ്രീഹരേ നമഃ ശ്രീമദ്ഭാഗവതേ ബാലകം സത്യനാരായണ സംസ്കന്ധേ പൂർവാർദ്ധ ഗർഭഗത വിഷ്ണു ബ്രഹ്മാദിനസ്തുതം നാമ ദ്വിതീയോധ്യായ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമ്മളെല്ലാവരും സമൂഹം കാത്തിരിക്കുന്ന ശ്രീകൃഷ്ണാവതാര കഥയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും സമർപ്പണം പൂർത്തിയായി എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരാളും എവിടേക്ക് വരാൻ പാടില്ല. ഈ വേദിയുടെ മുന്നിലേക്ക് നെയ്വിളക്ക് കത്തിക്കാനോ എന്തെങ്കിലും സമർപ്പിക്കാനോ ഇനി തൽക്കാലം ഒരാൾക്കും ഇവിടേക്ക് പ്രവേശനമില്ല എന്നുള്ള കാര്യം എല്ലാവരെയും അറിയിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സമർപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ
എല്ലാം കഴിഞ്ഞ് പ്രസാദ വിതരണ സമയത്ത് നിങ്ങൾക്ക് അവസരമുണ്ട്. അങ്ങനെ ഉണ്ടാകും ചിലപ്പോൾ വൈകി വരുന്ന ആരെങ്കിലും എന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്.